നമസ്കാരം. ബൈബിളിലെ ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും കഥ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. അതിശക്തനായ ഗോലിയാത്തിനെ ദാവീദ് എങ്ങനെയാണ് വീഴ്ത്തിയത് എന്നതിനെ കുറിച്ച് രസകരമായി തന്നെ അതിൽ വിവരിക്കുന്നുമുണ്ട്. എന്തായാലും ചൈന എന്ന ഗോലിയാത്തിനോട് ഏറ്റുമുട്ടാൻ വില്യം ലായി എന്ന ഒരു ദാവീദ് എത്തിയിരിക്കുകയാണ്. അതെ, ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ തായ്വാനിലെ നിയുക്ത പ്രസിഡന്റ് വില്യം ലായിയിലാണ്. ചൈന എന്ന വൻ ശക്തിയെ ലായി എങ്ങനെയായിരിക്കും വരുതിയിൽ നിർത്തുക എന്ന വലിയ ആകാംക്ഷ ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് കടുത്ത ചൈനീസ് വിരുദ്ധനായ ലായിയുടെ ജയം. നമുക്കറിയാം, മാലിദ്വീപ്, തായ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെയും വളരെയധികം തന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്കൊക്കെ ചൈന കണ്ണുവെക്കുന്നതും. മാലിദ്വീപിൽ ഇതിനോടകം തന്നെ ചൈനയുടെ ചില നീക്കങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അവിടെ അധികാരമേറ്റ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു കടുത്ത ചൈനീസ് ആരാധകനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറെ ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുമായുള്ള ചില അസ്വാരസ്യങ്ങൾ ആ മേഖലയിൽ ഉടലെടുത്തത്. പക്ഷേ ഇതിന്റെ നേരെ വിപരീതമാണ് തായ്വാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തായ്വാനിൽ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന ഈ ലായ് എന്ന് പറയുന്നത് കടുത്ത ചൈനീസ് വിരുദ്ധനായ ഒരു നേതാവ് തന്നെയാണ്. എന്തായാലും നയതന്ത്ര ചർച്ചകൾക്ക് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു വിജയം തന്നെയാണ് തായ്വാനിലെ ജനങ്ങൾ ഇപ്പോൾ അവിടെ നേടിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഈ ലായ് ഏറ്റുമുട്ടിയത് ചൈനയുടെ സ്വന്തം പാർട്ടിയായ കുമിങ്ടാങ് പാർട്ടിയോടായിരുന്നു. ലായ്ക്കെതിരെ ചൈന അഴിച്ചുവിട്ട ദുഷ്പ്രചരണങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. അത്ര കണ്ട് വ്യക്തി അധിക്ഷേപം പോലും നടത്തിക്കൊണ്ട് ചൈനീസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ലായ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പക്ഷെ തായ്വാൻ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിലവിൽ ലായിയുടെ കൈകളിലേക്ക് അധികാരം വെച്ചു കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.